ഇത് ഫുൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോ ആദ്യം കിച്ചന്റെ കൂടെ കൺജസ്റ്റഡ് ആവും കേട്ടോ, അങ്ങനെ ഒരു കാര്യമുണ്ട്. അതെ. എൽ ഷേപ്പ് തന്നെ നല്ലത്, യു ഭയങ്കര ഭയങ്കര സഫോക്കേറ്റിംഗ് ആയിരിക്കും. ആ എൽ ഷേപ്പ്, ആ എൽ അവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടേ. എല്ലാം നമ്മൾ ഇവിടെ അല്ലേ കൊടുത്തിരുന്നത്? അല്ല, ആ ആ സൈഡ് അങ്ങ് അറ്റം വരെ ആ സിങ്ക് പോയാലോ? സിങ്ക് അല്ല, ആ സ്ലാബ് ഇവിടെ നമുക്ക് അല്ല, ഇവിടെ സ്ലാബ് വേണമെന്ന് പറഞ്ഞിരുന്നു. അവിടെയല്ല, ആ ഇപ്പൊ സ്ലാബ് ഉള്ള പോർഷൻ, അല്ല, ആ അത് ഏരിയ ഫുൾ അങ്ങ് ഡോറാണ്. കൊടുത്ത എങ്ങനെ? ഇവിടെ നമുക്ക് വർക്ക് ഏരിയയിലേക്കുള്ള സ്പേസ്. അതല്ല, അപ്പുറത്തെ സൈഡ്. ഈ സൈഡോ? അതാ അറ്റം വരെ പോയാലോ? അതിന്റെ ആവശ്യമുണ്ടോ? നമുക്കിവിടെ ഉണ്ടോ? ഓൾറെഡി സിങ്കും ഗ്യാസ് സ്റ്റവും വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ലാബ് ഇവിടെ ചെറിയൊരു കട്ടിങ്ങിനൊക്കെ ഇവിടെ തന്നെ സ്പേസ് മതിയാവില്ലേ? മതിയാവോ? അത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ ഒന്ന് കോർണർ അല്ലേ പിന്നെ വരുന്നത്. നമുക്ക് ഓൾറെഡി ഇവിടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ. ഓക്കെ. നമ്മൾ വെറുതെ ഇനി സ്ലാബ് കുഴപ്പം. കൊടുത്ത്, കാരണം നമുക്കൊരു ചെയറിന്റെ ഇത് പറഞ്ഞോണ്ട് ഇപ്പൊ എല്ലാവരും കിച്ചണിൽ ചെയർ അതുപോലെ എന്തെങ്കിലും ഒരു സീറ്റിംഗ് സ്പേസ് ഇടും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അപ്പൊ അത് കവർ ഓക്കെ, അവിടെ ചെയ്തിട്ട് ഒരു പിന്നെ സ്പേസ് അവിടെ ഈ ഒരു കിടന്നോട്ടെ. സർക്കുലേഷനിൽ അങ്ങ് കിടക്കില്ലേ? അപ്പൊ ഇങ്ങനത് കിടന്നോട്ടെ കേട്ടോ. ഓക്കെ. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ, കഴിഞ്ഞില്ലേ? വേറെ ഒന്നുമില്ല. ആ ടോപ്പില് ഇത് സീലിംഗ് ഇങ്ങനത്തെ ആയിരുന്നു കൊടുത്തേ, ഓക്കെ. വുഡന്റെ. ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിൽ എനിക്കൊരു സജഷൻ ഉണ്ടായിരുന്നു. ഞാനത് മോഡൽ എൻ്റെ കയ്യിലില്ല, ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ വുഡൻ ആയിട്ടുള്ള ഒരു ബേസ് മാത്രം വെച്ചിട്ട് എഡ്ജഡ് ആയിട്ട് ലൈവ് എഡ്ജ് ആയിട്ടുള്ള വുഡൻ പീസസുകളില്ലേ, അതുകൊണ്ട് നമുക്ക് ഷെൽഫുകൾ ഇപ്പം നമുക്ക് ട്രോഫിയൊക്കെ വെക്കാനായിട്ടാണെങ്കിലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത് അങ്ങനെ മതിയോ? എന്താ, എനിക്ക് മനസ്സിലായില്ല. അതായത് എനിക്ക് ഐഡിയ നമ്മളിപ്പോൾ കിട്ടുന്നില്ല. ജസ്റ്റ് ഒരു വുഡിന്റെ വുഡന്റെ തന്നെയുള്ളൊരു ഷെൽഫ്. ഷെൽഫ്, അത് പക്ഷെ അത് ഓപ്പൺ ആയിരിക്കും, ഓപ്പൺ ഷെൽഫ് ആയിട്ടുള്ളത്. അതിന് നമുക്കൊരു പെർട്ടിക്കുലർ, ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ ചെയ്തൊരു മോഡലുണ്ട്, അത് ഞാൻ റെഫറൻസ് അയച്ച് കാണിച്ചു തരാം. അപ്പം അങ്ങനെ ഒരു മോഡലിൽ ലൈക്ക് ജസ്റ്റ് നമുക്ക് സ്പേസ് വെക്കാൻ വേണ്ടിയിട്ടുള്ളത്, കവറിങ് ഒന്നും ഉണ്ടാവത്തൊന്നുമില്ല, വേറെ ഗ്ലാസ് കവറിങ് അങ്ങനെ ഒന്നുമില്ല, കുറച്ചും കൂടെ ഓക്കെ. അപ്പൊ എസ്തെറ്റിക് അതിന്റെ ആയിട്ട്. അത് ഹൈറ്റ് എങ്ങനെയാ? അത് ഹൈറ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് അത് സിമെട്രിക്കൽ ഒന്നും അങ്ങനെയൊന്നുമില്ല. നമുക്ക് ലൈവ് എഡ്ജ് ആകുമ്പോൾ കുറച്ചും കൂടെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ലൈവ് എഡ്ജ് തന്നെ ഡൈനിങ് ടേബിളൊക്കെ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ മരം കട്ട് ചെയ്ത് അതേ ഒരു ഷേപ്പിൽ അങ്ങനെ ചെയ്തിട്ട് ഉള്ളിൽ റെസിനൊക്കെ ചെയ്തിട്ടുള്ളത്. എനിക്ക് മനസ്സിലായില്ല, അത് എന്താന്ന് ആണല്ലേ, അതൊന്ന് അയച്ചേക്കും. അത് അയച്ചിട്ടേക്കാം. അപ്പം എനിക്ക് തോന്നി അതായിരിക്കും നല്ലത്. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടെ ഷെൽഫിനേക്കാളും ഇപ്പം അത് കിച്ചണിലൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട് അങ്ങനെയല്ല, ഓപ്പൺ ആയിട്ടൊക്കെ ചെയ്യുമ്പോഴേ അത് ഓക്കെ. കുറച്ചും കൂടെ വോളൊക്കെ സ്പേസ് വരുമ്പോൾ അത് നമുക്കിപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ആകെ ടോട്ടൽ ഇന്റീരിയർ ആയിട്ട് കുറച്ചും കൂടെ സ്യൂട്ടായി പോണത് ആ ഒരു ഡിസൈൻ ആയിരിക്കും. ഓക്കെ. ഇതിന്റെ അതൊന്ന് കോപ്പിയാണ് അയച്ചേക്കാം. ആദ്യം ഞാൻ അയച്ചേക്കാം. ഓക്കെ, വേറെ ഇത് ഓക്കെയാണ്. ബെഡ്റൂമുകൾ വേറൊന്നും ഇതിലൊന്നും പറഞ്ഞില്ലല്ലോ. നമുക്ക് ഇങ്ങനെ ഇല്ല ആയിരിക്കും കേട്ടോ ഇല്ല. വരുന്നത് ഇവിടെ ഈ സ്പേസ്. ഓക്കെ. ഓക്കെ. അവിടെ കാണിച്ച അത് തന്നെ, എന്തോ സ്റ്റെയർ. സ്റ്റേ. ഓക്കെ.
കളറ് വേറെ പെയിന്റിന്റെ കളറ് എന്ത് വേണം? ഗ്രേ തന്നെ മതിയോ? വൈറ്റ് ഗ്രേ. വൈറ്റും ഗ്രേയും കൂടെ ഉള്ളതല്ലേ? ആ മെയിൻ വൈറ്റ്. ഹൈലൈറ്റ് വോള് പോലെ ഗ്രേന്റെ എന്തെങ്കിലും കൊടുത്താൽ മതി. അതെ 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 അതെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വോള് ഇത് കൊടുക്കട്ടെ, ഈ പോർഷൻ ഗ്രേ കളറ്. എ- നമുക്ക് ഈ പോർഷൻ എന്ത് കൊടുക്കാൻ പറ്റും? ഏതാണ്? ഇതാണോ? ബാക്കില്. ഏത്? അത് അതല്ല, ആ ഫോട്ടോ ഫ്രെയിം ഇരിക്കുന്ന ആ പോർഷൻ. അത് ഗ്രേ തന്നെയല്ലേ കുറച്ചും കൂടെ നല്ലത്? എങ്ങനെ, ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പൊ ഇത് ഫോട്ടോസ് വെക്കാനായിട്ടാണോ എങ്ങനെയാ? അല്ല, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, അല്ലാതെ അവിടെ നമുക്ക് ഗ്രേ കൊടുത്തിട്ട് അപ്പൊ വോളിന് ഒരു ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ആവത്തില്ലേ? അവിടെ ഒരു ടെക്സ്ചർ ആ, എന്തെങ്കിലും കൊടുത്താ. ഓക്കെ. ടെക്സ്ചറും ഗ്രേ ഫിനിഷ് തന്നെയുള്ള ഏതെങ്കിലും ഞാൻ ഒന്ന് കൊടുക്കാം. ഓക്കെ. സിമെന്റ് ഫിനിഷും അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട്. അതെ അത് അതെ അതെ. സിമെന്റിന്റെ ആണെങ്കിൽ നമുക്കിപ്പോ ഫ്ലോറിങ്ങിന്റെ ഇതിൽ മാത്രമാണ് ഇതിൽ മോഡലിൽ അങ്ങനെ വരുള്ളൂ. അപ്പം ആ, ചെയ്ത് വരുമ്പോ നമുക്ക് ഇതിൽ ലൈക്ക് കട്ടിങ്ങും അങ്ങനെയായിട്ട് വരും. അതുകൊണ്ട് ഞാൻ ചെയ്യാഞ്ഞതായിരുന്നു. എന്ത് അങ്ങനെ കളറിങ്ങോ? ചിലതിൽ ലിമിറ്റേഷൻസ് ഉണ്ട് ഈ ഒരു. ഓക്കെ, അവിടെ നമുക്ക് വേറെ എന്താ കളർ കൊടുക്കാൻ പറ്റുന്നത്? നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റിയത് ഇതില് ഗ്രേയും അതുപോലെ തന്നെ ഗ്രീനിന്റെ തന്നെ ഏതെങ്കിലും, അതായത് ഏത് ഗ്രീൻ, നമ്മുടെ ഒലീവ് ഗ്രീൻ, ആ ഒരു ടച്ച് ഒക്കെ ഉള്ളതില്ലേ? ഓക്കെ, ഒത്തിരി ബ്രൈറ്റ് അത് ആയിട്ട് ചെയ്തോളൂ. നിൽക്കണതല്ല. അത് അല്ല, അതൊരു മിനിമം ലെവലിൽ എല്ലാം ചെയ്തോളൂ. ഞാൻ ആ, വൈറ്റ് ഗ്രേ തീം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഓക്കെ വുഡൻ, ഓക്കെ. ഈ ഡോസും കാര്യങ്ങളൊക്കെ വുഡൻ അങ്ങനെ ഒന്ന് ചെയ്തോളൂ. ആ, കാരണം നമുക്ക് എല്ലാം നമ്മൾ നാച്ചുറൽ കളേഴ്സ് തന്നെയാണല്ലോ എടുത്തേക്കുന്നത്. വുഡും അതുപോലെ തന്നെ ഇവിടെ ഉള്ളത് പർഗോളയൊക്കെ ആണെങ്കിലും അതെല്ലാം നമ്മളുടെ ബ്രിക്ക് ആർട്ടിഫിഷ്യൽ കളേഴ്സ് അങ്ങനെ ഒന്നും ഇല്ല. അപ്പം ആ ഒരു കളേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഓക്കെ. തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. വേറെ ഉള്ള ബ്ലൂ വോളിലതിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു തീമായിട്ട് സ്യൂട്ട് വേണ്ട. ആവത്തില്ല. ഓക്കെ. ഓക്കെ, അപ്പൊ ഇത് കൺഫേം ആണെങ്കിൽ ആ ഞാനിത് ആ പറഞ്ഞോട്ടെ? ആ ബാക്കിലെ വാള് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഏതായിരുന്നു? കളറില് ആ ഡൈനിങ്ങിന്റെ ബാക്കിലെ വോള്. ഇതോ? അത് ആ, ബാക്കി ബോള്. സ്ഥലം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ആ, അത് ഞാൻ അങ്ങനെ ചെയ്യണോ? ആ, അത് ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ വേണമെങ്കിൽ കൊടുത്തിട്ട് കണ്ട് കാണിച്ചു തരാം. ഓക്കെ. കാരണം അതെ. ഓൾറെഡി നമുക്ക് ഇവിടെ അല്ല. ഇത്രയും പോർഷൻ ഉണ്ടല്ലോ. ഇതും ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഡൈനിങ് ടേബിള്, അതുപോലെ ഇവിടെ ഒരു പിക്ചർ ഫ്രെയിം വരും, പിന്നെ അതേപോലെ ഇവിടെ ലൈറ്റ്സ് വരും, സീലിംഗ് വരും. അപ്പോൾ അതിന്റെ കൂടെ ഇതും കൂടെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഓക്കെ ആവശ്യം ഓക്കെ. വരില്ല. വേണ്ട വേണ്ട വേണ്ട. ഈ ആ ഫോട്ടോ ഇരിക്കുന്ന വോൾ ഒന്ന് ഹൈലൈറ്റ് ആ, ചെയ്താൽ മതി. അത് ഞാൻ ചെയ്യും. ഓക്കെ. ഓക്കെ. പിന്നെ ആ, ഈ റൂംസ് ഒക്കെ 3 കളേഴ്സ്, അതായത് ബെഡിന്റെ ഹെഡ് ബോർഡ് വരുന്ന സൈഡ് മാത്രം ഒരു കളറും ബാക്കിയെല്ലാം ഒറ്റ ഒരു കളർ. കളറും, ആ, അങ്ങനെ ചെയ്താൽ മതി. ആ. ആ അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുന്ന കളർ തന്നെ അവിടെ അങ്ങനെ വേറെ എന്തെങ്കിലും അങ്ങനെ എനിക്ക് അതിൽ റെട്രോ സജഷൻസ് സ്റ്റൈലിൽ ഒന്നുമില്ല. ഞാൻ അത് കൊടുത്തു. ചെയ്തോ. ഞാൻ വേണമെങ്കിൽ 3 ഓക്കെ. ബെഡ്റൂംസിന് 3 ടൈപ്പിൽ ചെയ്യാം. എന്നിട്ട് അതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. അതനുസരിച്ച് ഞാൻ ബാക്കി രണ്ടും ചെയ്യാം. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ കളേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ മറ്റേതിന്റെ മോഡൽ, ആ അതായത് ഷെൽഫിന്റെ അത് മോഡൽ ഞാൻ വാട്സാപ്പിൽ അയച്ചു ഒന്ന് തരാം. അയച്ചാൽ മതി. അത് ഞാൻ അയച്ചു തരാം. അത് ഓക്കെ ഇന്ന് തന്നെ എന്നിട്ട് ഓക്കെ. കൺഫേം ആക്കി ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഞാൻ ആ, മെസ്സേജ് ഇട്ടേക്കാം നമ്പർ. ആ, ഓക്കെ. ഓക്കെ. ഞാൻ ഇവിടെ ഇത് ഓക്കെ ആണെങ്കിൽ ഇവിടെ പറഞ്ഞോട്ടെ, ഇത് ഓക്കെ ആണെന്ന്. ഓക്കെ ഓക്കെ ഓ, ഓക്കെ. പിന്നെ ഞാൻ ആ ആ ടേബിൾ ഒരു സോഫ വരുന്ന, അല്ല ടേബിൾ അല്ല, ആ ബെഞ്ചോ? ബെഞ്ച്, ഒരു സോഫ വരുന്ന ടൈപ്പ് ആ, ഓക്കെ. അങ്ങനത്തെ വേണോ? എന്താ അറിയോ, വേറെ ഒന്നല്ല. വേണോ? ഇപ്പൊ ആ ഈ വെള്ളമൊക്കെ വീഴുമ്പോഴും അതുപോലെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അത് ഇച്ചിരി, ഇപ്പൊ എല്ലാവരും കൂടുതൽ വുഡനിലേക്ക് തന്നെ മാറി. ഓക്കെ ഓക്കെ. ആ, അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പൊ വെള്ളമൊക്കെ തട്ടിയും പറഞ്ഞു വീണ് കഴിഞ്ഞാൽ അത് നല്ല ടൈം എടുക്കും ഉണങ്ങാനൊക്കെ. ഒരു ഓക്കെ കറി ഓക്കെ. ആണെങ്കിലും ഇപ്പൊ എന്തൊരു മെറ്റീരിയൽ ആണെങ്കിലും അതില് ഇപ്പൊ നമ്മൾ സോഫയിൽ മാത്രമേ നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മാത്രമേ അങ്ങനെ ഒരു ഒന്നും സ്പിൽ ചെയ്ത് പോവാതിരിക്കുള്ളൂ. ബാക്കി ഡൈനിങ്ങിലൊക്കെ അങ്ങനെയുള്ള ഒരു ചാൻസ് ഉണ്ട് എപ്പോഴും. ഓക്കെ പിന്നെ ഈ കുട്ടികളൊക്കെ ഉള്ളൊരു അതൊക്കെ ടൈം ആകുമ്പോൾ അതും ഭയങ്കര പ്രശ്നമായിരിക്കും. ഓക്കെ. അല്ല ഇപ്പഴല്ല, പിന്നെ
ഓക്കെ, ഓക്കെ, അത് വേറൊന്നുമില്ലല്ലോ കൺഫേം അല്ലേ? ആണ്, ബാക്കിയെല്ലാം ഓക്കെ കൺഫേം ആണ്. ഇല്ല ഓക്കെ, ഇല്ല. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഇനി എന്താണ്? ഇനി നമ്മൾ ഇതിന്റെ റെൻഡർ എടുത്തിട്ട് കാണിക്കും. ആ, കൺഫേം ഓക്കെ. ആണെന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അത് പിന്നെ അങ്ങനെയാണ് അവർ. ആ, അത് വേറെ ഡിപ്പാർട്ട്മെന്റാ? അല്ല, ഞാൻ തന്നെയാണ്, പക്ഷെ ഇത് പറയണം, ഇവിടെ അഡ്മിനോട് പറയണം. ആ, ഓക്കെ. ഓക്കെ എങ്കിൽ ശരി. ഓക്കെ, താങ്ക് യു. വെൽക്കം. അത് അതിനല്ലേ ചേച്ചി നാട്ടിൽ പോയേക്കുന്നത്. എല്ലാം ഓക്കെയാണ്. ഒരു ഷെൽഫ്